നിറഞ്ഞ ഗുരുക്കന്മാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ചിത്തിര നക്ഷത്രത്തിന്റെ ഗുണദോഷങ്ങളാണ്. 2024 മെയ് 1 മുതൽ 2025 മെയ് 1 വരെയുള്ള അവരുടെ വ്യാഴമാറ്റത്തിന്റെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ചിത്തിരയ്ക്ക് രണ്ട് രാശികളിൽ ചിത്തിര സഞ്ചരിക്കുന്നു. ഒന്നാമത്തെ രാശി കന്നി രാശിയിലും രണ്ടാമത്തേത് തുലാം രാശിയിലുമാകുന്നു. കന്നിരാശിയിൽ ഇതുവരെ കന്നിരാശിയിൽ വ്യാഴം മറഞ്ഞു നിന്ന് കന്നിരാശിക്കാർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. സാമ്പത്തിക ദുരിതം, രോഗം, കേസ് വഴക്ക്, ബന്ധുക്കൾ തമ്മിലുള്ള കലഹം, സന്താനങ്ങൾക്ക് രോഗദുരിതങ്ങൾ, സന്താനങ്ങളെ പഠനത്തിനുള്ള തകരാറുകൾ, നിശ്ചയിച്ച വിവാഹത്തിന് തടസ്സങ്ങൾ, ഇങ്ങനെ പല രീതിയിലുള്ള ദുരിതങ്ങൾ അനുഭവിച്ചു. എന്നാൽ അവരിതാ ദൈവാനുഗ്രഹത്താൽ, വിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ, ദേവിയുടെ അനുഗ്രഹത്താൽ, ശിവന്റെ അനുഗ്രഹത്താൽ അവരിതാ നല്ല ജീവിത രീതിയിലേക്ക്, അതായത് വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് ചരിക്കാൻ മെയ് 1 ശേഷം അവർക്ക് വളരെ അനുകൂലമായ കാലഘട്ടം വന്നു ചേരുകയാണ്. അവർക്ക് ഇനി മുതൽ സന്താനങ്ങളുടെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹങ്ങൾ നടത്തുവാനുള്ള സാമ്പത്തിക നിലയും, അതുപോലെ തന്നെ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് തൊഴിലിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളും, ചെറുപ്പക്കാർക്ക് സാമാന്യം ജീവിക്കാനുള്ള തൊഴിൽ യോഗവും, അതുപോലെ തന്നെ കലയിലും കാവ്യത്തിലും അഭിനയത്തിലും എല്ലാം ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് അനുകൂല അവസ്ഥകളും, വേണ്ടപ്പെട്ടവരുമായി അലഞ്ഞോ പിണങ്ങിയോ ഒക്കെ നിന്നവരെ വീണ്ടും ഒരു അജ്ഞാത ശക്തിയുടെ സഹായം പോലെ അവർക്ക് ഉൾപ്രേരണ കൊണ്ട് അവർ വീട്ടിൽ വീണ്ടും ബന്ധപ്പെട്ട് കുടുംബജീവിതത്തെ ഭദ്രമാക്കുവാനുള്ള ആർദ്രതയും ഈ കാലഘട്ടങ്ങളിൽ ഇവർക്ക് കാണപ്പെടുന്നു. പൊതുവെ വാഹനയോഗം, ഗ്രഹയോഗം, സന്താനങ്ങൾക്ക് ഐശ്വര്യം, വിവാഹപ്രായമെത്തിയവർക്ക് വിവാഹാലോചനകളിൽ തീരുമാനങ്ങൾ എന്നിവയെല്ലാം നടത്തുവാനുള്ള ഒരു ഉത്തമ കാലഘട്ടവുമാകുന്നു. ഗുരുസ്ഥാനത്ത് വിവരിക്കുന്നവർക്ക് ഗുരുസ്ഥാനത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ പ്രൊഫഷണൽ സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്ക് പ്രൊഫഷണൽ സംബന്ധിച്ചുള്ള, അതായത് ഡോക്ടർ, എഞ്ചിനീയർ, വക്കീലന്മാർ, അതുപോലെ തന്നെ മറ്റ് ഉപദേശ സമിതികളിൽ നിൽക്കുന്നവർക്ക്, രാഷ്ട്രീയക്കാർക്ക്, ഇവർക്കെല്ലാം ഒരു ഗുരുസ്ഥാനവും ഭാഗ്യസ്ഥാനവും എല്ലാം ഈ കാലഘട്ടം അനുഭവയോഗമാകുന്നു. പൊതുവെ സാമ്പത്തികത്തിനും വലിയ ദോഷങ്ങൾ ഉണ്ടാകുകയില്ല. സാമ്പത്തികമില്ലെങ്കിൽ കാര്യങ്ങൾക്ക് തടസ്സമാണല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരെയും പിന്തുടരുന്ന ദോഷവും സാമ്പത്തിക ഗതിയാണ്. സാമ്പത്തിക ഗതി ഇവർക്ക് അനുകൂലമായി വരുന്നു. ഒപ്പം ചിത്തിരയ്ക്ക് തന്നെ രണ്ടാമത്തെ കൂറായ തുലാം രാശിയിൽ അവർക്ക് വ്യാഴൻ അഷ്ടമത്തിലേക്ക് പോകുന്നു. അഷ്ടമ വ്യാഴൻ ദുരിതം ഉണ്ടാക്കുമെന്ന് ചൊല്ലുണ്ടെങ്കിലും ഇവർക്ക് കഴിഞ്ഞ വർഷം അനുകൂലമായ അവസ്ഥകൾ വ്യാഴനിൽ നിന്ന് ലഭിച്ചു. ഇപ്പോഴും 1-2 മാസങ്ങളിൽ അത്ര നന്നായിരിക്കുകയില്ല. കഴിഞ്ഞ വർഷം പുരോഗമിപ്പിച്ചു കൊണ്ടിരുന്ന പല കാര്യങ്ങൾക്കും താൽക്കാലികമായ മങ്ങലുകൾ ഉണ്ടാകും. അത് മാത്രമേ സംഭവിക്കാനുള്ളൂ. സന്താനങ്ങൾക്ക് വേണ്ടി ധനം ചെലവ്, വിദേശത്ത് പോകുന്നവർക്ക് വിദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ചില ചികിത്സ ചെയ്തിട്ട് തൃപ്തി വരാതെ പുതിയ ചികിത്സയിലേക്ക് പോവുക, അതുവഴി സ്വല്പ സാമ്പത്തിക ദുരിതങ്ങൾ, ഇങ്ങനെ ഒരു 3-4 മാസം അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. എങ്കിലും ശനിയുടെ എല്ലാം ബലം കൊണ്ടും ചൊവ്വയുടെ ബലം കൊണ്ടും സർപ്പന്റെ ബലം കൊണ്ടും ഇവരെ വലിയ ദുരിതങ്ങൾ ബാധിക്കുകയില്ല. എങ്കിലും
സാമ്പത്തികമായ ഇടപാടുകളിൽ ഇവർ പ്രത്യേകം ശ്രദ്ധ വേണം. സാമ്പത്തികമായി പുരോഗമിച്ചു കൊണ്ടിരുന്ന ഒരവസ്ഥയ്ക്ക് താൽക്കാലികമായ ഒരു മങ്ങൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചിലർ ഭയന്ന് അഷ്ടമവേടൻ ഭയങ്കര ദുരിതം ചെയ്യുമെന്നും പറഞ്ഞ് ഒന്ന് ചോദിക്കാറുണ്ട്. അതിൽ അത്ര ദോഷമൊന്നും ഉണ്ടാക്കുകയില്ല. ആരോഗ്യ പുഷ്ടിയാണ് അത് കൊടുക്കുന്നത്. പിന്നെ പല രീതിയിലുള്ള ചിലവുകൾ വന്നു ചേരും. യാത്ര കൊണ്ടോ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് മംഗള കർമ്മങ്ങൾ, അതായത് വിവാഹാദി പഠന കാര്യങ്ങൾക്ക് വേണ്ടിയോ എല്ലാം ചിലവുണ്ടാകും. അതും ഒരു ചിലവാണല്ലോ. അങ്ങനെ അവർക്ക് ചിലവുകൾ, സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ വരും. എങ്കിലും അവർക്ക് പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുവാനുള്ള അനുകൂലാവസ്ഥകൾ വന്നു ചേരുന്നു. പണം വളരെ കാൽക്കുലേറ്റ് ചെയ്ത് മാത്രമേ മുടക്കാവൂ. എന്തായാലും ഒരു അടിസ്ഥാന ഭാഗ്യം അവർക്ക് ഉണ്ടാകും. സാമാന്യം തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂലാവസ്ഥകൾ തന്നെയാണ്. നിത്യവൃത്തിക്കുള്ള സാമ്പത്തികം അവർക്കും ലഭിക്കും. പിന്നെ വലിയ ലെവലിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ലോണ് അല്ലെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങൾ അതെല്ലാം പ്രതീക്ഷിക്കുന്ന രീതിക്ക് ലഭിക്കുകയില്ല. സാമാന്യക്കാർക്ക് സാമാന്യ ലെവലിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ സർക്കാരിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും ലഭിക്കും. അതുപോലെ ഉന്നത ഉദ്യോഗത്തിൽ വിവരിക്കുന്നവർക്ക് സമയത്തിന് അവർ വിചാരിക്കുന്ന പ്രമോഷനോ പുരോഗമനങ്ങളോ ഉണ്ടാകാൻ സാധ്യത കുറവുണ്ട്. അതുപോലെ പരീക്ഷകൾ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ചെറിയ തടസ്സങ്ങളുണ്ടാകും. ശാരീരികമായും മാനസികമായും പ്രയാസങ്ങളും മറവി ഭയം എന്നിവയെല്ലാം ഉണ്ടാകും. അവർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചാൽ നിങ്ങൾക്ക് വിദ്യ വളരെ ഗംഭീരമായി വിദ്യയെ കൊണ്ടുപോകാൻ സാധിക്കും. പൊതുവെ ഇവർക്ക് തൊഴിലുകൾ ലഭിക്കാനുള്ള യോഗം ചിത്തിര നക്ഷത്ര ജാതകർക്ക്, സ്ത്രീകൾക്ക് 22-23 വയസ്സിൽ വേഗന്റെ തുടക്കത്തിൽ തന്നെ തൊഴിലുകൾ ലഭിക്കാനുള്ള യോഗവും തുടർ പഠനങ്ങളും ഉണ്ടാകും. അതുപോലെ പുരുഷന്മാർക്ക് 25, 26, 27 ഈ കാലങ്ങളിൽ തൊഴിലും വിവാഹാദി യോഗങ്ങളും അനുഭവമാകുന്നു. പൊതുവെ ചിത്തിര നക്ഷത്ര ഒരു രായ നക്ഷത്രവും ദൈവിക നക്ഷത്രവും ആകുന്നു. അതുകൊണ്ട് ഏത് കാര്യങ്ങൾക്കും അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരികയില്ല. ചിത്തിരയ്ക്ക് 4 പാദങ്ങളുണ്ട്. ചില പാദങ്ങൾക്ക് ദോഷമുണ്ടെങ്കിലും ജാതകത്തിലെ ഗ്രഹനില, അവസ്ഥ, സ്ഥിതി, ഗതി എല്ലാം ചിന്തിച്ചേ പറയാവൂ. അല്ലാതെ നിസ്സാരമായ ഒരു ഭാഗം കണ്ട് നാം അതിനെ വീക്ഷിക്കുന്നതും അതിൻ്റെ ദുരിതങ്ങൾ പറയുന്നതും നന്നല്ല. എല്ലാം ശ്രമിച്ച് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരു സത്യാവസ്ഥകളെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവർക്ക് 23, 24 വയസ്സ് കഴിഞ്ഞാൽ വ്യാഴദശ തുടങ്ങും. ഏതാണ്ട് 35-36 വരെ. അത് കഴിഞ്ഞാൽ ശനി 19 കൊല്ലം, 55-56 വയസ്സ് വരെ. ശനിയും ചിത്തിര നക്ഷത്രക്കാർക്ക് ദോഷമായി കാണുന്നില്ല. പിന്നെ ചില അപകാരങ്ങളും സന്ധികളും, രണ്ടായിരത്തി ശനി, 7 ശനി ഇങ്ങനെ വരുന്ന കാലഘട്ടങ്ങളിൽ ഇവർക്ക് അരിഷ്ടതകളെ കൊടുക്കും. അതുപോലെ അത് കഴിഞ്ഞ് വരുന്ന ബുധദശയും അവർക്ക് സുഖാനുഭവങ്ങൾ തന്നെ നൽകും. പിന്നീട് കേതുവും സുഖാനുഭവങ്ങൾ തന്നെ നൽകും. പൊതുവെ ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർ സത്യസന്ധന്മാരും നിയമത്തെ ഭയക്കുന്നവരും നിയമപരമായി കൈകാര്യം ചെയ്യുന്നതും വളരെ തൽപരരും, പിന്നെ 2 പേരുകളിൽ അറിയപ്പെടുന്നവരും, കന്നി കൂറുകാർ തോളൽപ്പം ചരിഞ്ഞ് നടക്കുന്നവരും ഭാഗ്യവാന്മാരും, തുലാം രാശിക്കാർ കൂടുതലും നിയമത്തെ ഭയക്കുന്നവരും നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും പ്രശസ്ത ബിസിനസ്സുകാരും എല്ലാം ആയി നാം കാണാറുണ്ട്. പൊതുവെ ചിത്തിര നക്ഷത്ര ജാതകർക്ക് വ്യാഴമാറ്റം ദോഷകരമല്ല. തുലാക്കൂറുകാർക്ക് ആദ്യം പ്രയാസമെങ്കിലും പിന്നീട്
ഉന്നതിയെ തന്നെ കൊടുക്കും. ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള മനസ്സ് വയ്ക്കുക, അധ്വാനം ഭാരം കൂട്ടുക, ഇവയെല്ലാം നടത്തുമ്പോൾ ഇവർക്ക് തുലാക്കൂറുകാർക്ക് കൂടുതൽ ആനുകൂല്യമായ അവസ്ഥകൾ വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടുമ്പോൾ കഴിയുന്നതും ബാധ്യതകൾ വരുത്താതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോയാൽ ഇവർക്ക് യാതൊരു ദോഷവും ഉണ്ടാകുകയില്ല. വിഷ്ണുപ്രീതി, ശിവപ്രീതി, ദേവിപ്രീതി എന്നിവയെല്ലാം മുടങ്ങാതെ വരുത്തുകയും മുരുകസ്വാമിക്ക് പഞ്ചാമൃതാഭിഷേകം നടത്തുകയും ചെയ്തു കൊള്ളുക. പറ്റുമെങ്കിൽ അതിൻ്റെ നിർദ്ദേശപ്രകാരം അതായത് സ്റ്റോൺ ധരിക്കുന്നതും തെറ്റില്ല. അതുപോലെ സുദർശന യന്ത്രം യഥാവിധി പൂജാ മന്ത്രങ്ങൾ ചെയ്ത് സത്യസന്ധമായി പൂജിക്കുന്ന ഒരാളിൽ നിന്ന് ധരിക്കുന്നതിലും ദോഷമൊന്നും ഇവർക്കുണ്ടാകുകയില്ല. ഇവർക്ക് ഉത്തമമായ ഐശ്വര്യവും ഭാഗ്യവും കീർത്തിയും സാമ്പത്തികമായും മാനസികമായും സന്തോഷങ്ങളും സുഖങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. മലയങ്കിരി പുരുഷോത്തമൻ.